രതീഷ് ബാലകൃഷ്ണ പൊതുവാളിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. ഇതിന്റെ ടൈറ്റിൽ പോലെ തന്നെ കുറെ ദുരൂഹ സാഹചര്യങ്ങളിലൂടെയാണ് സിനിമ കടന്നു പോകുന്നത്. കുഞ്ചാക്കോ ബോബന്റെ കഥാപാത്രം, അതേപോലെ ദിലീഷ് പോത്തന്റെ കഥാപാത്രം, അതേപോലെ ചിദംബരം ചെയ്തിരിക്കുന്ന പോലീസ് കഥാപാത്രം, എല്ലാവർക്കും ഓരോ ദുരൂഹത ഉണ്ട് എന്നാണ് നമ്മൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവുന്നത്. പക്ഷെ ആ ദുരൂഹത എങ്ങനെയാണ് ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഇവർ ശ്രമിച്ചിരിക്കുന്നത് എന്നതാണ് സിനിമയുടെ ഒരു കാര്യമായിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഇത് തിരുനെല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന ഒരു കഥയാണ്. അതായത് വയനാട്ടിലാണ് തിരുനെല്ലി. അപ്പോൾ അവിടെ നടക്കുന്ന ഒരു കഥയാണ്. ആൻഡ് നമ്മുടെ കുഞ്ചാക്കോവൻ ചെയ്യുന്ന കഥാപാത്രം സേതു എന്നാണ് പേര്. പുള്ളി ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്, അവിടെ അസിസ്റ്റന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു തണ്ടർ ബോൾട്ട്, അതുപോലെ തന്നെ മാവോയിസ്റ്റ് പരിപാടികളൊക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ആണ് സിനിമയുടെ ഒരു ബാക്ക് ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഇതൊരു ബ്ലാക്ക് കോമഡിയാണ്. സിനിമ ഒരു ബ്ലാക്ക് കോമഡി തരത്തിലാണ് സിനിമ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള കോമഡി നമുക്കൊന്ന് ഒരു സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡ് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാലാണ് ഓക്കെ ദിസ് ഇസ് കോമഡി എന്ന് മനസ്സിലാവും. ബട്ട് ദെൻ അതൊരു മോശം പരിപാടിയല്ല. നമ്മുടെ രതീഷ് ബാലകൃഷ്ണ പൊതുവാളുടെ സിനിമകളിൽ കണ്ടുവരാറുള്ള തരത്തിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. അതായത് നമ്മുടെ ഇന്നത്താം കേസ് കൊടുക്ക്, പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ സിനിമ സുരേഷിന്റെയും സുമലതയുടെയും ദേഹാരിയെ പ്രണയം, അതിന്റെ ഒക്കെ ഒരു കൈൻഡ് ഓഫ് ഫിലിം മേക്കിംഗ് പരിപാടികളൊക്കെ തന്നെയാണ് ഇതിലും പിടിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ സിനിമയിലുണ്ട്. അതായത് നമ്മുടെ ദിലീഷ് പോത്തന്റെ അനിയനായിട്ടാണ് കുഞ്ചാക്കോ ബോബന്റെ ക്യാരക്ടർ വരുന്നത്. ദിലീഷ് പോത്തൻ കുറച്ച് ഹാൻഡിക്യാപ്ഡ് അല്ല, ഒരു ഭാഗം പുള്ളിക്ക് വയ്യ, ഈസ് നോട്ട് വെൽ, കുറച്ചൊരു ഹാൻഡിക്യാപ്ഡ് ആണ്. പിന്നെ കുറച്ചൊരു മെന്റലി റിട്ടാർഡഡ് ആണ്, ഒരു ഇൻസിഡന്റ് കാരണം. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലെ ഒരു ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് പരമ്പരസ് കൊണ്ടല്ലോ, അപ്പോൾ അത് പറയുന്നില്ല, ഇറ്റ്സ് നോട്ട് ഫെയർ. അപ്പൊ അങ്ങനെ ഇവരെങ്ങനെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു അമ്മ നമ്മുടെ സജിൻ ഗോപു എന്ന് പറയുന്ന നടൻ കയറി വരുന്നുണ്ട്, ആ കഥാപാത്രം കയറി വരുന്നുണ്ട്. അപ്പൊ പുള്ളി എന്താണ് പുള്ളിയുടെ വെയർ ബോട്ട്സ് എന്താണെന്ന് ഇവർക്ക് അറിയില്ല, പക്ഷെ അവരുടെ കൂടെയാണ് താമസിക്കുന്നത്. അതൊരു കുറച്ചൊരു മിസ്റ്ററി ആയിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ സിനിമ എങ്ങനെ ആണ് എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, അത് വലിയൊരു പ്രശ്നങ്ങളൊന്നുമില്ല. ഫസ്റ്റ് ഹാഫിനെക്കാളും എനിക്ക് സെക്കൻഡ് ഹാഫാണ് കുറച്ചും കൂടി വർക്ക് ആയത്. കാരണം ഫസ്റ്റ് ഹാഫ് കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ബട്ട് ദെൻ സെക്കൻഡ് ഹാഫിലാണ് കുറച്ചധികം പരിപാടികൾ വരുന്നത്. പക്ഷെ കുഞ്ചാക്കോ ബോബന്റെ പെർഫോമൻസ് രണ്ട് ഹാഫുകളിലും ഉണ്ടായത്. ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ഹി ഹാസ് ഡൺ എ ഫൈൻ ജോബ്. പുള്ളിയുടെ ഒരു കിഡിലൻ അങ്ങനെ മേക്ക് ഓവർ ഒന്നും നമ്മൾ അങ്ങനെ കുഞ്ചാക്കോയിൽ കണ്ടിട്ടുണ്ട്. ബട്ട് ദെൻ ഇത് കുറച്ചധികം എക്സ്ട്രീം പരിപാടികളൊക്കെ തന്നെയാണ് പുള്ളി ഏറ്റെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ദിലീഷ് പോത്തൻ, കുഞ്ചാക്കോ ബോബൻ, നമ്മുടെ സജിൻ ഗോപു, ചിദംബരം, ഇവർ 4 പേരും നന്നായിട്ട് വന്നിട്ടുണ്ട്. അതാണ് സിനിമയുടെ ഒരു മേജർ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കഥയെക്കാട്ടിലും കഥ കുറച്ച് ചില സ്ഥലങ്ങളിൽ നമുക്ക് സംശയങ്ങളൊക്കെ വരും, ഇതെന്താ ഇങ്ങനെ. ബട്ട് ദെൻ ആസ് എ ഹോൾ ഒരു സിനിമ എന്ന രീതിയിൽ എന്നെ അങ്ങനെ ഒരു അല്ലെങ്കിൽ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എന്നെ അത്ര വലിയൊരു പ്രശ്നത്തിൽ ആക്കുകയോ സിനിമ കാണുമ്പോൾ അയ്യോ ഞാനിത് സിനിമയാണ് കാണുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും എനിക്കുണ്ടായിരുന്നില്ല. കുഴപ്പമില്ല, നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. എനിക്കുള്ള പാട്ടുകളും പിന്നെ ഇതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ള ഡോൺ വിൻസെന്റ് പാട്ടുകളും അദ്ദേഹം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും അങ്ങനത്തെ പരിപാടികളൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ക്യാമറ വർക്ക് ആണെങ്കിലും പെർഫെക്റ്റ്ലി എന്താ പറയുക, നമ്മുടെ ടെക്നിക്കലി പെർഫെക്റ്റ് ആണ് സംഭവം. അപ്പോൾ അല്ലാതെ ഈ സിനിമ കുഴപ്പമൊന്നുമില്ലെന്നേ കണ്ടിരിക്കുക.